അങ്ങനെ കുറെ നേരം കടലിലൊക്കെ ഇറങ്ങിയായിരുന്നേ. പിന്നെ മക്കളെല്ലാം ദാ ഇവിടെ എന്തോ കുഴിയൊക്കെ കുഴിക്കുന്നുണ്ട്. പിന്നെ ഓടിക്കളിയും ബഹളവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ എടുത്തത്. വൈകുന്നേരം ഉദിച്ചുയരുന്ന സൂര്യന്റെ വെട്ടം അടിച്ചിട്ടാണോന്ന് അറിയില്ല, ഞങ്ങളുടെ മുഖം എന്തോ കണ്ട് കുന്തം വിഴുങ്ങിയതുപോലെ ആയിരുന്നേ. പിന്നെ എല്ലാവരും നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. എല്ലാവരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുപ്പും സെൽഫികളും മൊത്തത്തിൽ ഇതായിരുന്നു. പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ പിള്ളേർ എന്ത് കോപ്രായം കാണിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. അങ്ങനെ കുറെ ഫോട്ടോകളൊക്കെ എടുത്തായിരുന്നേ. ഇനി ഈ അന്തരീക്ഷം എല്ലാം കണ്ടതിന് ശേഷം പോയത് ആറ്റിങ്ങര പള്ളിയിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടുത്തെ നേർച്ചയെല്ലാം വാങ്ങിച്ച് അങ്ങ് പള്ളിയിൽ പോകാനുള്ള തിരക്കിലായേ. അങ്ങനെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇവിടുത്തെ വാങ്കുവിളി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടേ, അതൊന്ന് കണ്ടു നോക്കണം. എന്ത് രസമാണെന്ന് അറിയാമോ ഇവിടുത്തെ വാങ്കുവിളി കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കിളികളുടെ ചിലപ്പാണെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഏത് നേരവും മരത്തിൽ ഒരുപാട് കിളികൾ കാണും. അതുപോലെ തന്നെ അവിടുത്തെ അതിന്റെ ബഹളം കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അങ്ങനെ പള്ളി നടയിൽ എത്താറായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പള്ളിക്കകത്തായിട്ട് ഫോണോ മൊബൈൽ, അതായത് ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അവിടുത്തെ വേറൊരു നേർച്ച എന്ന് പറയുന്നത് അവിടുത്തെ പ്രാവുകൾക്ക് പയറിട്ട് കൊടുക്കുക എന്നുള്ളതാണേ. ഞങ്ങളങ്ങനെ കുറച്ച് പയറൊക്കെ വാങ്ങിച്ച് പയറിട്ട് കൊടുത്തു നോക്കിയേ. പക്ഷെ ഒരെണ്ണം പോലും വന്നില്ല കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ആടുകളുടെ കൂട്ടത്തിൽ ഒരു പ്രാവും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവ് മാത്രം വന്നായിരുന്നു. വേറെ ഒറ്റ പ്രാവിനെ പോലും ഞങ്ങൾ ആരും കണ്ടില്ല. എന്നാലോ ആ പ്രാവിനാണെങ്കിൽ പയറും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു നിന്നതിന് ശേഷമാണ് കേട്ടോ അവിടുത്തെ വേറൊരു നേർച്ച എന്ന് പറയുന്നതിൽ പാലും പഴവും എന്നുള്ള സംഭവം കൊണ്ടുവന്നത്. 2 പയ്യന്മാരാണ് കേട്ടോ കൊണ്ടുവന്നത്. അവിടുത്തെ നേർച്ചകൾ ഇത് മാത്രമല്ല കേട്ടോ, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്നപോലെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വിശന്നപ്പോൾ കഴിക്കാനായിട്ട് പോയത് കുറച്ച് ദൂരത്തായിട്ടുള്ള ഒരു കടയിലാണ് കേട്ടോ. ഒരു തട്ടുകട, റോഡ് സൈഡിലായിട്ടുള്ള ഒരു തട്ടുകടയിലാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോഴാണ് ഇവനെ കണ്ടത്. ഞങ്ങളുടെ കസേരയുടെ അടിയിൽ നിന്ന് കരച്ചിലോട് കരച്ചിൽ. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം എന്താ ബെറോട്ട വന്നായിരുന്നേ. ബെറോട്ടയുടെ കൂട്ടത്ത് അവിടുത്തെ മെയിൻ കറിയാണ് കേട്ടോ. അവിടെ ഏത് കടയിൽ ചെന്നാലും ഇതുപോലത്തെ ഐറ്റം കറി ഉണ്ടായിരിക്കേ. അങ്ങനെ അതും കഴിച്ച് പിന്നീട് പള്ളിയിലോട്ടാണ് പോയത്. പള്ളിയിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിച്ചില്ല ഒരു മനസ്സമാധാനം കാണത്തില്ലേ. അങ്ങനെ കുറച്ച് ആക്രി പിക്രികൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് പിന്നെ റൂമിലോട്ട് പോയി. ഓക്കെ, ബൈ.